കടന്നുവന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് വളരെ തിരക്കുള്ള ഒരു ദിവസമായിരുന്നല്ലോ നമുക്കൊക്കെ. എന്നെങ്കിൽ ഇത്രയും പേർക്ക് ഇവിടെ കടന്നു വരുവാനും ദൈവസന്നിധിയിലായിരിക്കാനും ഒക്കെ ദൈവം അനുവദിച്ച സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ച് നിർത്തിയത് യേശു കർത്താവിൻ്റെ ക്രൂശ് എന്നുള്ള വിഷയം യേശു കർത്താവിന് തന്നെ എത്രത്തോളം പ്രാധാന്യമുള്ളതായിരുന്നു, അല്ലെങ്കിൽ തൻ്റെ കാഴ്ചപ്പാടിൽ അത് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അതോട് ചേർത്ത് ചില കാര്യങ്ങൾ കൂടെ ഓർമ്മിപ്പിക്കാനുണ്ട്. അത് കഴിഞ്ഞ് അതിനുശേഷം മുന്നോട്ട് പോകുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. യേശു ക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത് താൻ തന്നെ തൻ്റെ മരണവിധം വളരെ വ്യക്തമായി പഴയ നിയമ ആശയങ്ങൾ എടുത്തുകൊണ്ട് വിവരിക്കുന്നതായ ചില സന്ദർഭങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. മത്തായി സുവിശേഷം 12-ാം അധ്യായം. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യം. അതിനോട് ചേർന്ന് 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും 4-ാം വാക്യവും വായിക്കാം. ഇവിടെ യോനാ പ്രവാചകൻ്റെ ചരിത്രത്തിൽ നിന്നുള്ള ഒരു സംഭവം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് യേശു കർത്താവ് പറയുന്ന ഒരു പ്രസ്താവനയാണ് നാം വായിച്ചത്. യോന കടലാനയുടെ വയറ്റിൽ 3 ദിവസം ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിൽ ചില സംഭവങ്ങൾ യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ ചിത്രങ്ങളാണെന്ന് കർത്താവ് തന്നെ പഠിപ്പിച്ചതായ സംഭവങ്ങളാണ് ഇത്. ഒരു സംഭവമാണ് ഇത്. യോനയുടെ ചരിത്രമൊക്കെ നമുക്കറിയാം. ഇവിടെ ഈ ചോദ്യം ചോദിക്കുന്നതിൻ്റെ പശ്ചാത്തലവും നമുക്ക് നന്നായിട്ടറിയാം. ഇത്രയും അടയാളങ്ങളൊക്കെ ചെയ്തിട്ടും അന്നത്തെ ശാസ്ത്രജ്ഞന്മാരും പരീക്ഷന്മാരും ചോദിക്കുന്നതാണ്, നീ ഒരു അടയാളം ചെയ്ത് ആഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ, ഇത്രയും അടയാളങ്ങളും അത്ഭുതങ്ങളും കർത്താവ് അവരുടെ മധ്യേ ചെയ്തിട്ടും അതിലൊന്നും തൃപ്തി വരാതെ ഇതിലും വലിയ അത്ഭുതങ്ങൾ കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്, അത് നീ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ, എത്ര അത്ഭുതങ്ങൾ ചെയ്താലും കർത്താവിനെ വിശ്വസിക്കാനോ മശീഹയാണെന്ന് അംഗീകരിക്കാനോ കഴിയാത്ത ഒരു സമൂഹമായിട്ട് അവർ തീർന്നു. നമുക്കറിയാം, കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുന്ന സമയത്ത് അന്നത്തെ മത നേതാക്കന്മാർ പറഞ്ഞത് എന്താ? നീ ക്രൂശിൽ നിറങ്ങുക, നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ ഇറങ്ങുക, അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കാം. മരിച്ചവരെ ഉയർപ്പിച്ചവനാണ്, കടലിനെ ശാന്തമാക്കിയതാണ്, രോഗികളെ സൗഖ്യമാക്കിയാണ്, പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവർ. ഇതൊക്കെ താൻ തൻ്റെ ജീവിതകാലത്ത് തെളിയിച്ചിട്ടും ക്രൂശിൽ കിടക്കുമ്പോഴും അവർ പറയുന്നത്, നീ ക്രൂശിൽ നിന്ന് ഇറങ്ങുക, എന്നാൽ ഞങ്ങൾ നീ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാം. അഥവാ വിശ്വസിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളുകളുടെ മനോഭാവമാണ് പിന്നെയും ഇവിടെ കാണും. അപ്പോൾ കർത്താവ് പറയുന്ന കാര്യമാണ്, ഇനി ഒരു പ്രത്യേക അടയാളം കണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട. ഞാൻ മരിക്കാൻ പോവുകയാണ്, മരിച്ച് 3 നാൾ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള കാര്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഈ കാര്യം പറയുമ്പോൾ യഹൂദന്മാർക്ക് അല്പം ആശയക്കുഴപ്പമുണ്ടായി. ഇതെന്താ ഇയാൾ പറയുന്നത്? കാരണം അടുത്ത ഒരു ചിത്രം കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. അതിനോട് ചേർത്ത് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം കൂടി വായിക്കാം. അടുത്ത വാക്യം കൂടെ വായിച്ചോ. ഇവിടെ ശ്രദ്ധിക്കുക, ഈ 2 ഭാഗങ്ങളും ചേർത്ത് ചിന്തിക്കണം. നിക്കോദെമോസ് എന്ന് പറഞ്ഞത് യഹൂദന്മാരുടെ ശാസ്ത്രിയായ വ്യക്തിയാണ്, ദൈവം പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ
ഈ പഴയ നിയമ സങ്കേതം എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയ കാര്യമൊക്കെ അവർക്കറിയാം. അത് സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. പാപം ചെയ്തപ്പോൾ അഗ്നിസർപ്പങ്ങളെ അയച്ചു, കടിയേറ്റവരൊക്കെ മരിച്ചു വീഴുമ്പോൾ ദൈവം പറഞ്ഞ ഒരു പ്രതിവിധിയാണ് പാളയത്ത് കുടിമരത്തിൽ ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തണം, അതിനെ നോക്കുന്നവനെല്ലാം ജീവിക്കും. അപ്പോൾ ഈ ആശയം അവിടെ കർത്താവ് എടുത്തുകൊണ്ട് പറയുകയാണ്, ഞാൻ ഇതുപോലെ മരുഭൂമി സർപ്പത്തെ ഉയർത്തിയതുപോലെ എന്നെ ഉയർത്തും എന്ന് പറഞ്ഞാൽ എന്നെ ക്രൂശിച്ച് മരത്തിന്മേൽ തൂക്കി എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ നിർത്താൻ പോകുകയാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് 12-ാം അധ്യായത്തിൽ വരുമ്പോൾ യഹൂദന്മാരായിട്ടുള്ള ആളുകൾ ചോദിക്കുന്ന കാര്യമുണ്ട്. ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ തന്നെ കൊല്ലാനായിട്ട് യഹൂദന്മാർ ആലോചിക്കുമ്പോൾ തന്നെ ഈ നിലയിലാണ് കൊല്ലുന്നത് എന്ന് പറഞ്ഞാൽ കെട്ടിത്തൂക്കി എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ പിച്ചള സർപ്പം ഉയർത്തിയതുപോലെ ദൃശ്യമായ രീതിയിൽ കർത്താവിനെ ഉയർത്തും. അപ്പോൾ പഴയ നിയമ ആശയങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ എടുത്തുകൊണ്ട് കർത്താവ് തന്നെ മരണത്തെ സൂചിപ്പിച്ചതായ രംഗമാണ് ഇത്. ഈ 12-ാം അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ യഹൂദന്മാർ ചോദിക്കുന്നുണ്ട്, ഈ മനുഷ്യപുത്രൻ എന്നേക്കും ജീവിച്ചിരിക്കുമെന്നൊക്കെയാണല്ലോ ഞങ്ങൾ പുസ്തകത്തിൽ വായിച്ചിട്ടുള്ളത്. ഈ മനുഷ്യപുത്രൻ മരിക്കാൻ പോവുകയാണോ? മരണവിധമാണെന്ന് അവർക്ക് മനസ്സിലായി. അതാണ് 34-ാം വാക്യത്തിൽ ഞാൻ വായിക്കുന്നത്, ക്രിസ്തു എന്നേക്കും ഇരിക്കും നിങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ച് കേട്ടിരിക്കുന്നു. പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതെന്ന് നീ പറയുന്നത് എങ്ങനെ? ഈ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യപുത്രൻ ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. മനുഷ്യപുത്രൻ എന്ന ആശയം ദാനിയേൽ പ്രവചനത്തിൽ നിന്നും മശീഹയെക്കുറിച്ച് ചിത്രീകരിക്കുന്ന വാക്ക് എടുത്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ അവിടെ നാം വായിക്കുന്നത് താൻ രാജാവായി വാഴുന്ന എന്നേക്കും ഇരിക്കുന്ന ഒരു മനുഷ്യപുത്രനെയാണ് ദാനിയേലിൻ്റെ പ്രവചനത്തിൽ നാം കണ്ടത്. മാത്രമല്ല യഹൂദന്മാർക്ക് ഉള്ള ധാരണ കഷ്ടം അനുഭവിച്ച് മരിക്കുന്ന ഒരു മശീഹയല്ല, മറിച്ച് രാജാവായി വാഴുന്ന റോമൻ അധികാരത്തെ വരെ വീണ്ടെടുക്കുന്ന ഒരു രാജാവായിരിക്കും മശീഹ എന്നുള്ള ചിത്രമാണ്. എന്നാൽ ഇവിടെ കർത്താവ് വളരെ വ്യക്തമായി പറയുകയാണ്, മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയത് മനുഷ്യപുത്രനെ ഉയർത്തും എന്ന് പറഞ്ഞാൽ ഇവൻ ശാപകരമായ മരണം അനുഭവിക്കാൻ പോവുകയാണ്, എല്ലാവരും കാണുന്ന പോലെ മരത്തിന്മേൽ തൂക്കപ്പെട്ട് കൊല്ലപ്പെടുവാൻ പോവുകയാണ് എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴാണ് ചോദിക്കുന്നത്, മശീഹ എന്നേക്കും ജീവിച്ചിരിക്കുമെന്നാണല്ലോ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നീ പറയുന്നത് എന്താ? മരിക്കാൻ പോവുകയാണോ? നമുക്കറിയാം കർത്താവിനെക്കുറിച്ച് പല ആശയങ്ങൾ യഹൂദന്മാരെ മനസ്സിലുണ്ടായിരുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരെ പഠിപ്പിച്ചതായ ആളുകളും അങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചത്. എന്നിട്ട് നാം ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഗബ്രിയേൽ ദൂതൻ കർത്താവിൻ്റെ ജനനത്തോട് ബന്ധപ്പെട്ട് വന്ന് പറയുന്ന വാചകങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 31-ഉം 32-ഉം വാക്യങ്ങൾ. അടുത്ത വാചകം, അവൻ യാക്കോബ് ഗൃഹത്തിൽ എന്നേക്കും രാജാവായി. അപ്പോൾ ഇവിടെ മറിയയ്ക്ക് പോലും ഗബ്രിയേൽ ദൂതൻ കൊടുക്കുന്ന സന്ദേശത്തിൽ മശിഹ ദൈവപുത്രനാണ്, മശിഹ രാജാവായി എന്നേക്കും വസിക്കാൻ പോകുന്ന ആളാണ് എന്നുള്ള ആശയത്തിൽ തന്നെയാണ് മറിയയും മനസ്സിലാക്കിയത്. ദൈവദൂതൻ അങ്ങനെയാണ് പറഞ്ഞത്. എന്നാൽ ഒരു പ്രശ്നമുള്ളതെന്ന് അറിയാമോ? തിരുവെഴുത്തുകൾ നാം മനസ്സിലാക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗമെടുത്ത് അത് മാത്രം ചിത്രീകരിച്ചുകൊണ്ട് എല്ലാ ആശയങ്ങളും പഠിപ്പിക്കാൻ കഴിയില്ല. നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുപോലെ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് കർത്താവ് എന്താ പറഞ്ഞത്? തിരുവെഴുത്തുകളിൽ തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ പ്രസ്താവിച്ചുകൊണ്ട് ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ച് മഹത്വത്തിൽ കിടക്കും എന്ന് പറഞ്ഞാൽ താൻ മഹത്വത്തിൽ കിടക്കും, എന്നാൽ കഷ്ടം അനുഭവിച്ചതിന് ശേഷമാണ് അതെന്നുള്ളത് കർത്താവ് അവിടെ വിവരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ആശയക്കുഴപ്പമുണ്ടായതിൻ്റെ പ്രധാന കാരണം ഇതാണ്. ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്, യേശു കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ താൻ ക്രൂശ് മരണം അനുഭവിക്കും
യഹൂദന്മാരുടെ ദൃഷ്ടിക്ക് എല്ലാവരും കാണുക തൂങ്ങപ്പെടും എന്നുള്ളത് താൻ തന്നെ പഴയ നിയമ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് വിശദീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒന്ന് രണ്ട് വാക്യങ്ങൾ പോലെ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമുക്കിവിടെ പരിചയമുള്ള വാക്യമാണ്. ഇവിടെ വാക്ക് ശ്രദ്ധിക്കുക, നമ്മുടെ പെസഹ കുഞ്ഞാടും അർക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിൽ. അപ്പോൾ പൗലോസ് ഇവിടെ ചിത്രീകരിക്കുന്ന പഴയ നിയമത്തിലെ പെസഹ കുഞ്ഞാട് അതിൻ്റെ രക്തം ചിന്തി ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്ന് വിടുവിക്കപ്പെട്ട് കനാൻ നാട്ടിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് ഈ പെസഹ കുഞ്ഞാടിനെ അറക്കപ്പെടുന്നത് കൊണ്ടാണ്. സംഹാരദൂതൻ്റെ കയ്യിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. ഈ ആശയം എടുത്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നമ്മുടെ പെസഹ കുഞ്ഞാടും അറക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിനെ. അപ്പോൾ അപ്പോസ്തലൻ പൗലോസ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് യേശു കർത്താവിൻ്റെ മരണം, പെസഹ കുഞ്ഞാടിൻ്റെ മരണത്താൽ ഇസ്രായേൽ ജനത്തിന് ലഭിച്ചതായ വലിയ വീണ്ടെടുപ്പിൻ്റെ സാദൃശ്യമായിട്ട് എല്ലാ മനുഷ്യർക്കും വേണ്ട വീണ്ടെടുപ്പിൻ്റെ ചിത്രമായിട്ട് പെസഹ കുഞ്ഞാടായിട്ടാണ് കാണുന്നത്. ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലെ അതിൻ്റെ 3-ഉം 4-ഉം വാക്യം. ഇവിടെ ശ്രദ്ധിക്കുക, ഇസ്രായേൽ ജനം വളരെ ദാഹത്താൽ വിഷമിച്ച സമയത്ത് ഒരു പാറ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മോശയോട് ദൈവം പറഞ്ഞു അതിനെ അടിക്കാം. അങ്ങനെ അതിൽ നിന്ന് വെള്ളം പുറപ്പെടും, ഈ ജനത്തിനൊക്കെ ലഭിക്കും. അതിൽ നിന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട പാട്ടുകളൊക്കെ ഇന്ന് പിളർന്ന ഒരു പാറയെ എന്നൊക്കെയുള്ള പാട്ടിൻ്റെ ആശയം അവിടെയാണ് വരുന്നത്. യേശുക്രിസ്തുവിനെ പിളർന്ന പാറയിൽ കൂടെ ലഭിച്ച വെള്ളത്തിൻ്റെ ചിത്രമായിട്ട് ഇവിടെ പൗലോസ് കാണിക്കുക. ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത് പഴയ നിയമത്തിലെ പല കാര്യങ്ങളും യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെയും മാത്രം ചിത്രീകരിക്കുന്നതായിട്ട് ഇവിടെ പുതിയ നിയമത്തിൽ എടുത്തു കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് യേശു കർത്താവിന് ചിന്തയിലുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, കാഴ്ചപ്പാടിൽ തൻ്റെ മരണം എങ്ങനെ സംഭവിക്കുമെന്ന് മാത്രമല്ല, പഴയ നിയമത്തിലെ ആശയങ്ങൾ ഇത് വെളിപ്പെടുത്തുന്നു എന്ന് കർത്താവ് പറയുന്നു, അപ്പോസ്തലൻ പൗലോസും രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ പെസഹ കുഞ്ഞാട് അറക്കപ്പെടുമ്പോൾ പഴയ നിയമ സങ്കേതമാണത് അല്ലെങ്കിൽ ആശയമാണ് എന്നുള്ളത് ശരിയാണെങ്കിൽ കൂടെ യേശുക്രിസ്തുവിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ഇവിടെ അപ്പോസ്തലൻ പൗലോസും ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് യേശു കർത്താവ് മരിക്കും എന്നുള്ള കാര്യം തനിക്ക് നന്നായിട്ട് അറിയാം. അത് കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കും നമ്മളൊക്കെ മരിക്കുന്നവരല്ലേ, കർത്താവ് വീണ്ടും വന്നില്ലെങ്കിൽ വരാൻ താമസിച്ചാൽ നമ്മളെല്ലാം മരണം വഴിയായി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടതാണ്. എന്നാൽ യേശു കർത്താവ് മരിക്കുമെന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു മരണമല്ല. കാരണം നാം ജനിച്ചു, നാം ഈ ലോകത്തിൽ ജീവിക്കുന്നു, പാപത്തിൻ്റെതായ സാന്നിധ്യമുള്ള ശരീരത്തിലാണ്, അല്ലെങ്കിൽ ആ പാപത്തിൻ്റെതായ സ്വാധീനമുള്ള ശരീരത്തിലാണ് ജീവിക്കുന്നത്. മർത്തി ശരീരമാണ്, അത് മരിക്കും. എന്നാൽ കർത്താവ് മരിക്കുന്നത് അങ്ങനെയുള്ളൊരു മരണമല്ല. താൻ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് ഒരു ലക്ഷ്യത്തോടുകൂടെ ഈ ഭൂമിയിൽ അവതരിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമാണ്. എന്ന് പറഞ്ഞാൽ തൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ ക്രൂശുമരണവും പാപപരിഹാരവും ഉയർത്തെഴുന്നേൽപ്പുമാണ്. ഈ കാര്യമാണ് യേശു കർത്താവ് സൂചിപ്പിച്ച് ഇവിടെ പറയും. അപ്പോൾ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് 3 പ്രത്യേക കാര്യങ്ങളാണ് ഈ കാര്യത്തോട് ബന്ധപ്പെട്ട് യേശു കർത്താവിൻ്റെ മുമ്പിൽ തൻ്റെ മരണത്തെ ചിത്രീകരിക്കാനായിട്ട് താൻ പറഞ്ഞു. 3 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം, കർത്താവായ യേശു ക്രിസ്തു കൊല്ലപ്പെടും, അല്ലെങ്കിൽ അവിടെയുള്ള ജനത്തിൻ്റെ മധ്യത്തിൽ താൻ സാധാരണ ഒരു മരണമല്ല തനിക്ക് വരാൻ പോകുന്നത് എന്നുള്ളത് കാര്യം യേശു കർത്താവിനെ അറിയാമായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? അന്നത്തെ ശാസ്ത്രിമാരും പരീശന്മാരുടെയും വിദ്വേഷവും ശത്രുതയൊക്കെ വളരെയധികം പിടിച്ചു പറ്റിയ വ്യക്തിയാണ് യേശു കർത്താവ്. നാം സുവിശേഷങ്ങൾ വായിച്ചു നോക്കിയാലേ കർത്താവിനെ പറ്റി നമ്മളൊക്കെ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്നൊക്കെ പറയുന്നത് ശരിയാണ്.
അത് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് അനുകരിക്കാൻ പറ്റിയ കാര്യമാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അന്നത്തെ പരീശന്മാരോടും ശാസ്ത്രിമാരോടും സംസാരിച്ച ഭാഷാ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചാൽ ദോഷവും വ്യഭിചാരമുള്ള തലമുറ അടയാളം തിരയുന്നു എന്നാണ് പറഞ്ഞത്. യോനയുടെ കാര്യം പ്രവാചകൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ അപ്പോൾ വളരെ കർക്കശമായ രൂക്ഷമായ ഭാഷയിൽ അവരെ വിമർശിക്കുന്ന വ്യക്തിയായിട്ടാണ് അവർക്കത് മനസ്സിലായത്. തന്നെയുമല്ല, പഴയ നിയമ പ്രവചനങ്ങളെയും കൽപ്പനകളെയും വളരെ നിസ്സാരവൽക്കരിക്കുന്ന രീതിയിലാണ് കർത്താവ് സംസാരിക്കുന്നതും പെരുമാറുന്നതും. പ്രത്യേകിച്ച് ശബത്ത് നാളിലാണ് താൻ പല രോഗികളെയും സൗഖ്യമാക്കിയതൊക്കെ ശബത്ത് നാളിലാണ്. അതുകൊണ്ട് പലപ്പോഴും ഇവരുടേതായ വിദ്വേഷവും വെറുപ്പും തനിക്ക് നേരിടാനായിട്ട് വന്നു. ചില വാക്യങ്ങൾ മാത്രം ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. ആ ഭാഗത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഇങ്ങനെയാണ്. ശബത്തിൽ പള്ളിയിൽ ചെന്ന് അവിടെ വരണ്ട കൈയുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അപ്പോൾ ശബത്തിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് പിന്നെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവ് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ മനുഷ്യനെ സൗഖ്യമാക്കി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഉടനെ പരീശന്മാർ പുറപ്പെട്ട് അവനെ നശിപ്പിക്കേണ്ടതിന് ഹേരോദ്യരുമായി ആലോചന കഴിച്ചു. ഹേരോദ്യർ എന്ന് പറയുന്നത് എന്താ? അന്നത്തെ ഭരണ സംവിധാനത്തോട് ചേർന്ന് നിൽക്കുന്ന മതനേതാക്കന്മാരല്ല, രാജ്യത്തെ ഭരണ സംവിധാനത്തോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ്. പരീശന്മാരെന്ന് പറയുന്ന മതത്തിൻ്റെ നേതാക്കന്മാരാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ എങ്ങനെ നശിപ്പിക്കണം. കാരണം ശബത്ത് നാളിനെ ധിക്കരിക്കുന്നു. ഇതേ കാര്യം തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ എഴുതിയപ്പോൾ അല്പം കൂടി ചില വാക്കുകളും കൂടി നിങ്ങളെ ശ്രദ്ധയിൽ കാണിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യവും 11-ാം വാക്യവും. 11-ാം വാക്യം. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 7-ാം വാക്യത്തിൽ പറഞ്ഞത് എന്താ? അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവൻ ശബ്ബത്തിൽ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. കർത്താവ് അവരെയൊന്നും കണക്കാക്കിയില്ല, ആ വ്യക്തിയെ സൗഖ്യമാക്കി. അതിൻ്റെ പ്രതികരണമാണ് നാം 11-ാം വാക്യത്തിൽ വായിച്ചത്. അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി എന്ന് പറഞ്ഞാൽ അത്രയും കോപം നിറഞ്ഞ് നിയന്ത്രിക്കാൻ പറ്റാത്ത കോപത്താൽ അവർ യേശു കർത്താവിനെ കൊല്ലാനായിട്ടുള്ളത് ആസൂത്രണം. ഇതൊക്കെ കർത്താവ് പറഞ്ഞപ്പോഴേ കർത്താവിന് മനസ്സിലായി ഈ യഹൂദന്മാരുടെയും മതനേതാക്കന്മാരുടെയും ഒക്കെ വിദ്വേഷത്താൽ ശത്രുതയാൽ താൻ കൊല്ലപ്പെടും എന്നുള്ള കാര്യം. ഇത് വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ചിത്രീകരിക്കും. അന്നത്തെ മതവും കർത്താവിനെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, കർത്താവിനെ ക്രൂശിക്കേണ്ടതിന് 2 കാരണങ്ങളാണ് അന്നത്തെ ജനം കണ്ടുപിടിച്ചത്. ഒന്ന്, താൻ ദൈവദൂഷണം പറഞ്ഞു. മതത്തിൻ്റെ കോടതി തനിക്കെതിരെ പറഞ്ഞു ഇവൻ ദൈവപുത്രനാണെന്ന് അവകാശപ്പെടുന്നു, താൻ ദൈവമാണെന്ന് അവകാശപ്പെടുന്നു. അപ്പോൾ അവൻ ദൈവദൂഷണം പറയുന്നവനാണ്. അപ്പോൾ മതത്തിൻ്റെ കോടതി ഇവൻ ദൈവദൂഷണം പറയുന്നവനാണ്. ഭരിക്കുന്ന സർക്കാരിൻ്റെ ആരോപണം എന്ന് പറയുന്നത് ഇവൻ യഹൂദന്മാരുടെ രാജാവാണ്. ഇവിടെ കൈസർ രാജാവായിരിക്കുമ്പോൾ ഇവൻ യഹൂദന്മാരുടെ രാജാവായി തീർന്നാൽ രാജ്യദ്രോഹമാണ് അവൻ ചെയ്യുന്നത്. അപ്പോൾ ഈ 2 കാരണങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് യേശു കർത്താവിനെ കൊല്ലാനായിട്ട് ബാഹ്യമായി നോക്കിയാൽ അവനെ ശ്രമിച്ചത്. അപ്പോൾ വൈരാഗ്യവും ശത്രുതയും എല്ലാ മേഖലയിൽ നിന്ന് കർത്താവിൻ്റെ നേരെ വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഒന്നാമത്തെ കാരണം യഹൂദന്മാരുടേതായ അല്ലെങ്കിൽ പരീശന്മാരുടേതായ അല്ലെങ്കിൽ മതനേതാക്കന്മാരുടേതായ ശത്രുതയാൽ താൻ അതിഭീകരമായ ഒരു മരണം അനുഭവിക്കേണ്ടി വരും എന്ന് തനിക്കറിയാമായി. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മശിഹയെക്കുറിച്ച് പഴയ നിയമത്തിൽ എഴുതപ്പെട്ടതായ തിരുവെഴുത്തുകൾ നിവൃത്തിയാകണമെങ്കിൽ നമുക്കറിയാം 22-ാം സങ്കീർത്തനം, യെശയ്യാപ്രവചനം 53-ാം അധ്യായം, ഇതൊക്കെ മശിഹയെക്കുറിച്ചുള്ള എഴുതപ്പെട്ടതായ പ്രവചനങ്ങളാണ്. ഇതൊക്കെ അക്ഷരം പ്രതി നിവർത്തിക്കപ്പെടണമെങ്കിൽ സാധാരണ മരണമല്ല കർത്താവിനെ നേരിടേണ്ടി വരും. വളരെ ക്രൂരമായ, വളരെ ഭീകരമായ ക്രൂശുമരണം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. മരിക്കുന്നതിന് മുമ്പ് നമുക്ക് ആ സുവിശേഷങ്ങൾ കാണുന്ന അറിയാം, അവനെ
ഉഴവ് ചാലുകൾ നീളത്തെ കീറി എന്ന് പറയുന്ന രീതിയിൽ പുറത്ത് അവർ ചമ്മട്ടി കൊണ്ടടിച്ചു, തലയിൽ മൂക്കിരീടം ധരിപ്പിച്ചു, ക്രൂശിച്ചു കൊല്ലണമെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട. എന്നാൽ പഴയ നിയമ പ്രവചനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഇതൊക്കെ സംഭവിക്കേണ്ടത് ആവശ്യമായിരുന്നത് കൊണ്ടാണ് ഇവിടെ നാം വായിക്കുന്നത് യേശു കർത്താവിന് ക്രൂശ് മരണം അനിവാര്യമായിട്ട് കർത്താവിന് മനസ്സിലായി. പഴയ നിയമ തിരുവെഴുത്തുകൾ പിതാവിൻ്റെ വെളിപ്പാടുകളാണെന്ന് തനിക്ക് മനസ്സിലായി, തന്നെക്കുറിച്ചുള്ളതായ വെളിപ്പാട്. നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് എടുക്കുന്നത്. മനുഷ്യപുത്രൻ പോകുന്നത് തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ സത്യം എന്ന് പറഞ്ഞാൽ മശിഹായെക്കുറിച്ച്, മനുഷ്യപുത്രനെക്കുറിച്ച് തിരുവെഴുത്തുകൾ എഴുതിയിരിക്കുന്നത് അതുപോലെ നിവൃത്തീകരിക്കപ്പെടാനായിട്ടാണ് ഞാൻ മരിക്കാൻ പോകുന്നത്. അപ്പോൾ താൻ മരിക്കും എന്നുള്ളതിൻ്റെ പ്രധാന കാരണം പഴയ നിയമത്തിൽ വെളിപ്പെടുത്തപ്പെട്ട പ്രവാചകന്മാർ പറഞ്ഞതായ ആ തിരുവെഴുത്തുകൾ നിവൃത്തീകരിക്കപ്പെടണമെങ്കിൽ, ദൈവികമായ ഉദ്ദേശങ്ങൾ സാധിക്കപ്പെടണമെങ്കിൽ, വെളിപ്പെടുത്തപ്പെട്ടതായ പ്രവചനങ്ങൾ നിവൃത്തീകരിക്കപ്പെടണമെങ്കിൽ ഇതുപോലെ ക്രൂരമായ ഘോരമായ ഒരു മരണം താൻ അനുഭവിച്ചേ മതിയാകും. അതുകൊണ്ടാണ് നമുക്കറിയാം പുതിയ നിയമ എഴുത്തുകാരായിട്ടുള്ള പൗലോസ്, പത്രോസ്, യോഹന്നാൻ, അതുപോലെ ലൂക്കോസ് മുതലായ എഴുത്തുകാരൊക്കെ തന്നെ അവരുടേതായ എഴുത്തുകളിൽ യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിലെ 8 വാക്യങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. 12 വാക്യങ്ങളാണ് 53-ാം അധ്യായത്തിലുള്ളത്. അതിൽ 8 വാക്യങ്ങൾ ഈ മശിഹായെക്കുറിച്ച് ഉദ്ധരിച്ചുകൊണ്ട് ഇവർ പറയാൻ കാരണം, ഉദ്ധരിക്കാൻ കാരണം യേശു കർത്താവ് തന്നെ തൻ്റെ വായിൽ നിന്ന് ഈ കാര്യങ്ങൾ അവർ കേട്ട് കാണും. അല്ലെങ്കിൽ ഇത് അവിടെ സംഭവിച്ചതായിട്ട് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് ഈ തിരുവെഴുത്തുകളെ അവർ ചിത്രീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശു കർത്താവിൻ്റെ ക്രൂശുമരണം നാം സാധാരണ മരിക്കുന്ന ഒരു കുറ്റവാളി പിടിക്കപ്പെട്ടു, കൊന്നു, അവനടക്കം ചെയ്തു, അങ്ങനെയല്ല. തിരുവെഴുത്തുകളുടെ പൂർത്തീകരണം അതുപോലെ നടപ്പിലാകണമെങ്കിൽ ഇതുപോലെയുള്ള ക്രൂശുമരണം താൻ സഹിച്ചേ മതിയാകും എന്നുള്ളതുകൊണ്ടാണ് താൻ മരിക്കും, ക്രൂശുമരണം താൻ അനുഭവിക്കും എന്നുള്ള കാര്യം തനിക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെടും. ലൂക്കോസിൻ്റെ സുവിശേഷം നാം കഴിഞ്ഞ ആഴ്ച വായിക്കുന്നുണ്ട് 24-ാം അധ്യായത്തിൽ. അവിടെ പറഞ്ഞു, അത് ഒന്നുകൂടി വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 26-ഉം 27-ഉം വാക്യം. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച അത് വിശദീകരിച്ചതാണ്, അതുകൊണ്ട് ഒന്ന് പറഞ്ഞു പോകാമെന്ന് മാത്രം. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കിടക്കണം. അപ്പോൾ പഴയ നിയമ തിരുവെഴുത്തുകളിൽ താൻ കഷ്ടം അനുഭവിച്ച് മരിക്കണം എന്നുള്ളത് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം യേശു തന്നെ ആ ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മൂന്നാമത്തെ കാര്യമാണ് വളരെ പ്രാധാന്യമുള്ള കാര്യം. യേശു കർത്താവിൻ്റെ മേൽ ഈ രീതിയിലുള്ളതായ പ്രവചനങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക? തിരുവെഴുത്തുകൾ ഇങ്ങനെയല്ലേ പറയുന്നത്, ഞാൻ സഹിച്ചേ പറ്റൂ എന്നല്ല കർത്താവിൻ്റെ മനോഭാവം. പരിപൂർണമായ മനസ്സോടുകൂടെ സ്വമേധയാ ഈ പിതാവിൻ്റെ ഹിതം നിർവഹിക്കുവാൻ നാം 40-ാം സംഘത്തിലുള്ള ഉദ്ധരണി എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്, ഇതാ ഞാൻ വരുന്നു, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഐ ഡിലൈറ്റ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടുകൂടെ പിതാവിൻ്റെ ഹിതം ഇതാണെന്ന് പറഞ്ഞാൽ ഞാൻ സ്വമേധയാ അതിന് കടന്നു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് തയ്യാറായിട്ട് താൻ പറ്റും. അപ്പോൾ പിതാവായ ദൈവം തീരുമാനിച്ചതുകൊണ്ടും പ്രവചനങ്ങൾ എഴുതിയതുകൊണ്ടും മാത്രമല്ല കർത്താവായ യേശുക്രിസ്തു സ്വമേധയാ ഈ കഷ്ടമനുഭവിച്ച് മരിക്കാൻ തയ്യാറായി അവിടെ രംഗത്ത് വരുന്നതാണ് നാം കാണുന്നത്. അപ്പോൾ മൂന്നാമത്തെ കാരണം വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം എന്താണെന്നറിയാമോ? പഴയ നിയമ തിരുവെഴുത്തുകളൊക്കെ തൻ്റെ പിതാവിൻ്റെ വെളിപ്പെടുത്തലുകളാണെന്നുള്ളത് താൻ അംഗീകരിച്ചു. അതുകൊണ്ടാണ് പല ഭാഗത്തും കർത്താവ് അവിടെ
ഈ തിരുവഴുത്ത് നിങ്ങളിങ്ങനെ വായിച്ചിട്ടില്ലയോ എന്ന് ചോദിക്കുന്നത് ഈ കാര്യത്തിൽ മാത്രമല്ല മറ്റു പല രംഗങ്ങളിലും തന്നോട് ചോദ്യങ്ങൾ ചോദിച്ച ആളുകളോട് താൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിത് വായിച്ചിട്ടില്ലയോ, ഇങ്ങനെ കേട്ടിട്ടില്ലയോ എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം പഴയ നിയമ തിരുവഴുത്തുകളെല്ലാം തന്നെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണെന്നുള്ളത് വ്യക്തമായിട്ട് കർത്താവിന് മനസ്സിലായതുകൊണ്ട് അത് നിർവഹിക്കുവാൻ പൂർണ്ണ മനസ്സോടുകൂടെ താൻ തയ്യാറായി. ഇതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ തുടർന്നുള്ള പിന്നെയുള്ള ക്ലാസ്സുകളിൽ പുരോഗമിക്കുമ്പോഴേ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ ആവശ്യമുണ്ട്. അത് പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ കർത്താവിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് 3 പ്രത്യേക കാഴ്ചപ്പാട്. ഒന്ന്, നാം വിചാരിച്ചതുപോലെ യഹൂദൻ നേതാക്കന്മാരുടേതായ വിദ്വേഷത്തിൻ്റെതായ പരിണതഫലമായിട്ട് താൻ കൊല്ലപ്പെടും. 2, പഴയ നിയമ തിരുവഴുത്തുകളെ നിവൃത്തിക്ക് വേണ്ടി താൻ കൊല്ലപ്പെടും. 3, പിതാവിൻ്റെ ഹിതം നിർവഹിച്ച് ഈ രക്ഷ സാധിപ്പിക്കുവാൻ വേണ്ടി താൻ സ്വമേധയാ അതിന് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഏൽപ്പിക്കുകയാണുണ്ടായി. നമുക്കറിയാം, ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്ന പോലെ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് പറഞ്ഞാൽ സ്വമേധയാ അതിനുവേണ്ടി താൻ തയ്യാറായി തീർന്നു എന്ന് വായിക്കാൻ. ഗലാത്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാക്കുണ്ട്, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ താൻ ഏൽപ്പിച്ചു കൊടുത്തതാണ്. പീലാത്തോസ് തന്നെ വിസ്തരിക്കുമ്പോൾ നിന്നെ വിട്ടയപ്പാൻ എനിക്ക് അധികാരമുണ്ട്, നിന്നെ ശിക്ഷിക്കാൻ എനിക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കഥ പറഞ്ഞു, മേലിൽ നിനക്ക് അനുവദിച്ചില്ലെങ്കിൽ എൻ്റെ മേൽ യാതൊരു അധികാരവും നിനക്കില്ല എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം അനുവദിച്ചു കൊടുത്തത് പൂർണ്ണ മനസ്സോടുകൂടെ ഏറ്റെടുത്ത് നിർവഹിക്കുവാൻ തയ്യാറായി വരുന്നതായ ഒരു പുത്രനെയാണ് നാം അവിടെ കാണുന്നത്. അപ്പോൾ 3 കാരണങ്ങളാണ് നാം യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തോടെ തൻ്റേതായ കാഴ്ചപ്പാടിൽ കൂടെ നാം കാണും. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ ഭാഗം ഞാൻ തൽക്കാലം നിർത്താനായിട്ട് ആഗ്രഹിക്കുക. ഇത് പറയുമ്പോൾ അപ്പോസ്തലന്മാരുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു, അല്ലെങ്കിൽ ഊന്നൽ എന്തായിരുന്നു എന്നുകൂടെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് ആവശ്യമുണ്ട്. ഇത് യേശു കർത്താവിനെ പറ്റി സുവിശേഷങ്ങളിലും മറ്റുമൊക്കെ രേഖപ്പെടുത്തിയതാണ്. പിന്നീട് നമ്മളിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ, ലേഖനങ്ങളിലേക്ക് കടക്കുന്ന ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് അപ്പോസ്തല പ്രവൃത്തികളിലാണ് യേശു കർത്താവിനെ പറ്റിയുള്ളതായ പ്രാഥമികമായ പ്രഭാഷണങ്ങൾ അപ്പോസ്തലന്മാർ ചെയ്തതായിട്ട് കാണും. 2 അപ്പോസ്തലന്മാരുടെ ചരിത്രമാണ്, പ്രവർത്തന രംഗമാണ് പ്രധാനമായിട്ടും ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് പത്രോസ്, പിന്നീട് പൗലോസിൻ്റെ സഹപ്രവർത്തകനായിരുന്നു വൈദ്യനായ അല്ലെങ്കിൽ ഡോക്ടറായ ലൂക്കോസ് എന്ന് നമുക്കറിയാം. പുതിയ നിയമ എഴുത്തുകാരിൽ യഹൂദനല്ലാത്ത ഒരു വ്യക്തി ഉള്ളത് ലൂക്കോസ് മാത്രമാണ്. മറ്റെല്ലാവരും യഹൂദ പാശ്ചാത്തലമുള്ളവരും യഹൂദ പാരമ്പര്യമുള്ളവരുമാണ് എന്ന് നമുക്കറിയാം. ലൂക്കോസ് യഹൂദനല്ലാത്ത ഒരു വ്യക്തിയാണ്, പക്ഷേ വളരെ ജ്ഞാനിയായ വ്യക്തി, അറിവുള്ള വ്യക്തി, ചരിത്രം എഴുതാൻ കഴിവുള്ള വ്യക്തി. നാം ലൂക്കോസിൻ്റെ സുവിശേഷം ആദ്യം വായിച്ചാൽ നമുക്കറിയാം, താൻ ആ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കൃത്യമായി കളക്ട് ചെയ്ത് ഒരു ചരിത്രകാരൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് പോലെ അവതരിപ്പിക്കും. അങ്ങനെ തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തികളും എന്ന ചരിത്ര ഗ്രന്ഥവും നമുക്ക് രേഖപ്പെടുത്തി കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ലേഖനങ്ങളിൽ വെളിപ്പെടുത്തപ്പെട്ട അല്ലെങ്കിൽ വ്യാഖ്യാനിക്കപ്പെട്ട വലിയ ആശയങ്ങളൊന്നും അപ്പോസ്തല പ്രവൃത്തികളിൽ കാണാൻ സാധ്യമല്ല. കാരണം അത് ചരിത്ര ഗ്രന്ഥമാണ്. ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താ? നടന്ന സംഭവം അതുപോലെ രേഖപ്പെടുത്തുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലൂക്കോസിന് അപ്പോസ്തലന്മാരായ പത്രോസും പൗലോസും യോഹന്നാനും ഒക്കെ എഴുതിയ ലേഖനങ്ങളെപ്പറ്റി അറിയാമെങ്കിലും അവിടെയുള്ള ആശയങ്ങളൊന്നും അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് ഉൾപ്പെടുത്താത്തതിൻ്റെ കാരണം താൻ ഒരു ചരിത്രകാരനാണ്, ഹിസ്റ്റോറിയനാണ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അതുപോലെ രേഖപ്പെടുത്തുക. അവിടെ രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് ആദ്യം കാണുന്നത് അപ്പോസ്തലനായ പത്രോസിൻ്റെ 5 പ്രസംഗങ്ങളാണ്. പിന്നീട് പൗലോസിൻ്റെയും 5 പ്രസംഗങ്ങൾ, ചെറുതും വലുതുമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികളിൽ ഞാൻ ആ ഭാഗം ഒന്ന് ആദ്യം പറഞ്ഞു പോകാം. അപ്പോസ്തല പ്രവൃത്തികളുടെ 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 30
എല്ലാം വായിക്കേണ്ട, ഇപ്പോൾ ഞാൻ പറയുമ്പോൾ വായിച്ചാൽ മതി. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 14 മുതൽ 39 വരെയുള്ളതായ ആ പെന്തക്കോസ്ത് നാളിലെ പ്രസംഗമാണ് ആദ്യത്തെ പ്രസംഗം. അതാണ് അല്പം ദീർഘമായിട്ട് രേഖപ്പെടുത്തി. പിന്നെ ചിലതൊക്കെ ഹ്രസ്വമാണ്. രണ്ടാമത്തത് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 26 വരെയുള്ള വാക്യം. അത് പിറവിയിലെ ജന്മന മുടന്തനായ വ്യക്തിയെ സൗഖ്യമാക്കിയതിന് ശേഷം ഉണ്ടായ സംഭവ വികാസങ്ങളോട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരു പ്രഭാഷണമാണ് പത്രോസിൻ്റേത്. മൂന്നാമത്തെ പ്രഭാഷണം എന്ന് പറയുന്നത് 4-ാം അധ്യായത്തിലാണ്. സന്നിധി സംഘം പത്രോസിനെ പിടിച്ച് അല്ലെങ്കിൽ ശിഷ്യന്മാരെയൊക്കെ പിടിച്ച് പ്രശ്നങ്ങളുണ്ടായതിനു ശേഷം ചെയ്യുന്ന ഹ്രസ്വമായിരിക്കുന്ന ഒരു പ്രഭാഷണം. നാലാമത്തേത് 5-ാം അധ്യായത്തിലെ 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിലാണ് അത് കാണുന്നത്. 5-ാമത്തേത് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ ചെയ്യുന്ന പ്രഭാഷണമാണ് നാം കാണുന്നത്. ഇവിടേക്ക് അല്പമായിട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കും. ഞാൻ തൽക്കാലം അതിൻ്റെ ആദ്യം ആ ഭാഗങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ. അപ്പോസ്തല പ്രവൃത്തികളിൽ ആദ്യത്തെ ചില അധ്യായങ്ങളിൽ അപ്പോസ്തലൻ പത്രോസിനെയാണ് ദൈവം ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് നാം കാണാൻ സാധിക്കും. ഈ പ്രസംഗങ്ങളുടെയൊക്കെ സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത് നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അത് 22-ാം വാക്യം 22, 23, 24 വാക്യങ്ങൾ വായിക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് ഇസ്രായേൽ പുരുഷന്മാരോടാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ യഹൂദ പശ്ചാത്തലമുള്ള പഴയ നിയമം അറിയാവുന്ന അല്ലെങ്കിൽ പഴയ നിയമ അറിയാവുന്ന ആളുകളോടാണ് പറയുന്നത്. അവിടെ പറയുന്ന ആ വാക്കുകളുടെ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് എന്താണ് അറിയാമോ? നിങ്ങൾ അവനെ അധർമ്മികളെ ഏൽപ്പിച്ചു. അവൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്. വളരെ ഭീരുവായിരുന്ന ആളാണ് അപ്പോസ്തലൻ പത്രോസ് എന്ന് നമുക്കറിയാം. ആ കർത്താവിനെ പിടിച്ചുകൊണ്ട് പോയ സമയത്ത് അവിടെ മഹാപുരോഹിതൻ്റെ ആ ഭവനത്തിലേക്ക് കടക്കുന്ന സമയത്ത് അവിടെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞ വ്യക്തിയാണ് ഈ പത്രോസ്. പിന്നീട് അവൻ മാനസാന്തരപ്പെട്ട് കർത്താവ് അവനെ തിരിച്ചു കൊണ്ടുവരുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിച്ച് ശക്തി ലഭിച്ച പത്രോസ് വളരെ ധൈര്യപൂർവ്വം അവരുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയണം, നിങ്ങൾ അവനെ തറപ്പിച്ചു കൊന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം കാണിച്ചു തന്ന പുരുഷനാണ് ഇവൻ. ദൈവം തൻ്റെ സ്ഥിരനിർണയത്താൽ മുന്നേറുവാനെ ഏൽപ്പിച്ചെന്നവനാണ്. എന്നിട്ടും നിങ്ങൾ അവനെ കൊന്നുകളയും. ദൈവമോ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. പത്രോസിൻ്റെ പ്രസംഗങ്ങളിലെ സംക്ഷിപ്ത രൂപം ഇതാണ്. എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് ദൈവത്താൽ അയക്കപ്പെട്ട വ്യക്തിയാണ്, ദൈവം കാണിച്ചെന്ന പുരുഷനാണ്. പക്ഷേ നിങ്ങൾ അവനെ കൊന്നുകളഞ്ഞു, ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇതിന് ഞങ്ങൾ സാക്ഷികളാണ്. ഇതാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ വിഷയത്തിൻ്റെ ചുരുക്ക വാക്കുകൾ. എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് എന്ന വ്യക്തി ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്നും ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവനാണ്. എന്നാൽ നിങ്ങളവനെ അംഗീകരിച്ചില്ല, നിങ്ങളവനെ കൊന്നുകളഞ്ഞു. ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇന്ന് അവൻ ഉയർത്തെഴുന്നേറ്റ് മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നുവെങ്കിലും അതിന് സാക്ഷികൾ ഞങ്ങളാണ്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാക്ഷികളാണ് ഞങ്ങൾ. ഇതാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ വിഷയത്തിൻ്റെ പ്രധാന വിഷയം. ഈ പ്രസംഗങ്ങളിൽ നാം കാണുന്നത്. എന്നാൽ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ പ്രസംഗം അല്പം വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന വാക്ക് ഇങ്ങനെ, അതിൻ്റെ 37, 36 മുതൽ 39 വരെയുള്ള വാക്യം. ദൈവം അവരോടുകൂടെ ഇട്ടുകൊണ്ട് അവൻ നന്മ ചെയ്തു പിശാച് ബാധിച്ചവരൊക്കെ സൗഖ്യം
ആ പ്രസംഗത്തിൻ്റെ കാതലായ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കൊർന്നല്യോസ് എന്ന് പറയുന്ന വ്യക്തി യഹൂദ മതാനുസാരിയായിരിക്കാം, എന്നാൽ യഹൂദനല്ല. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ശ്രദ്ധിക്കണം. 38-ാം വാക്യത്തിൽ പറയുന്നു, അങ്ങനെ സഞ്ചരിച്ച വിവരം നിങ്ങൾ അറിയുന്നു നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 39-ാം വാക്യത്തിൽ പറയും, അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. എന്നാൽ പത്രോസ് യഹൂദ മതത്തിലുള്ളതായ യഹൂദ പാരമ്പര്യമുള്ള വ്യക്തികളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ അവനെ കൊന്നുകളഞ്ഞു എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. അപ്പോൾ ആ പ്രസംഗത്തിൻ്റെ ശൈലിയുടെ വ്യത്യാസം ശ്രദ്ധിക്കുക. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആ ഓഡിയൻസ്, ആ കേൾവിക്കാരെ ശരിയായി വിലയിരുത്തിക്കൊണ്ട് അവർക്ക് മനസ്സിലാകാവുന്ന രീതിയിലാണ് ഇവിടെ പത്രോസ് സുവിശേഷം പ്രസംഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കേൾവിക്കാരെ മനസ്സിലാക്കാതെയും അറിയാതെയും സുവിശേഷം ഒരേപോലെ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ ബുദ്ധിമുട്ടാണ്. കാരണം എന്തറിയാമോ, കേൾവിക്കാരുടെ പശ്ചാത്തലം മനസ്സിലാക്കിയാൽ മാത്രമേ അവർക്ക് മനസ്സിലാകാവുന്ന ഭാഷയിലും അവരുടേതായ ചിന്താഗതിയിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ സുവിശേഷം അവതരിപ്പിക്കണം. ഇവിടെ 5 പ്രസംഗങ്ങളാണ് ഞാൻ അത് സൂചിപ്പിച്ച് പറഞ്ഞത്. ഇനി പൗലോസിൻ്റെതായ 5 പ്രസംഗങ്ങൾ കൂടി നമുക്ക് ഈ അപ്പോസ്തല പ്രവൃത്തികൾ കാണാനായിട്ട് സാധിക്കും. അത് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കേണ്ട. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ അവിടെ വായിക്കുന്നത് അതിൻ്റെ 14-ാം വാക്യത്തിൽ വായിക്കാം. പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിലെത്തി. അന്ത്യോക്യ 2 അന്ത്യോക്യയുണ്ട്. അത് നമുക്ക് ഈ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ അറിയാം. ഒന്ന് സിറിയയിലെ അന്ത്യോക്യ, ഒന്ന് പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യ. വേദപുസ്തകത്തിൻ്റെ പുറകിലൊരു മാപ്പുണ്ട്. ഓക്സ്നായ പത്രോസ് യാത്ര ചെയ്ത സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവിടെ നോക്കിയാലറിയാം 2 അന്ത്യോക്യ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പിസിദ്യയിലെ അന്ത്യോക്യയാണ്, മറ്റൊന്ന് സിറിയയിലെ അന്ത്യോക്യ. ഈ പിസിദ്യയിലെ അന്ത്യോക്യയിലുള്ള പ്രസംഗമാണ് 16-ാം വാക്യത്തിൽ വായിക്കുന്ന പൗലോസ് എഴുന്നേറ്റ് ആംഗ്യം കാട്ടി പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് ഇസ്രായേൽ ജനത്തോടാണ് പറയുന്നത്. ഇസ്രായേൽ പശ്ചാത്തലമുള്ള ആളുകളോടാണ്. ശ്രദ്ധിക്കുക, ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരുമായുള്ളവരെ കേൾക്കും. അവിടെ പ്രസംഗത്തിൻ്റെ ശൈലി ശ്രദ്ധിച്ചാൽ പത്രോസ് അവിടെ ചെയ്ത പ്രസംഗത്തിൻ്റെ ഏകദേശ രൂപം തന്നെയാണ്, എങ്കിൽ കൂടെ അല്പം വ്യത്യാസമുണ്ട്. അവിടെ പറയുന്നത് എന്തറിയാമോ, നമ്മുടെ പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്തതായ ഈ വ്യക്തിയായിരിക്കുന്ന മശിഹ കടന്നു വന്നു. അവനെ അന്നത്തെ ജനം അംഗീകരിച്ചില്ല. അവിടെ ശ്രദ്ധിക്കുന്നത് അത് വായിച്ച് ഇതൊക്കെ കഴിഞ്ഞ് പറഞ്ഞിട്ട് 28-ാം വാക്യം 29-ാമത്തെ 30-ാം വാക്യം വായിക്കാം. ഇരുപത്തെട്ട് 29 30 ഇവിടുത്തെ പ്രസംഗവും യഹൂദ പശ്ചാത്തലത്തിലുമുള്ളവരാണെങ്കിൽ കൂടെ വേറൊരു നാട്ടിൽ യെരുശലേമിലല്ലാത്തതുകൊണ്ട് അവിടെയുള്ള പ്രസംഗത്തിൻ്റെ വാചകങ്ങൾ ശ്രദ്ധിച്ചാൽ തിരിച്ചറിയാൻ കഴിയും. മരണത്തിന് ഹേതുവും കാണാഞ്ഞിട്ടും അവനെ കൊല്ലണം അവർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ തികച്ച ശേഷം അവർ അവനെ മരത്തിൽ നിറക്കി ഒരു കല്ലറയിൽ വെച്ചു. ദൈവമോ അവനെ മരിച്ചെഴുതി ഉയർത്തെഴുന്നേൽപ്പിച്ചു. പത്രോസ് ചെയ്ത പ്രസംഗത്തിൻ്റെ ആശയം തന്നെയാണ് ഇവിടെ വരുന്നത്. എന്ന് പറഞ്ഞാൽ അവനെ കൊന്നുകളഞ്ഞെങ്കിലും അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ളതാണ് ഇവിടെ. എന്നിട്ട് പറയുന്നത് ഇതിനെ 38-ാമത്തെ വാക്യം കൂടെ വായിക്കാം. 38-39 ഇവിടെ 2 കാര്യം കൂടെ ചേർത്ത് പൗലോസ് പറയുകയാണ്. ഒന്ന്, ഇവനിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയും, മാത്രമല്ല നീതി കേൾക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇവർക്ക് ന്യായവിധി ഉണ്ടാകും എന്നുള്ളതായ കാര്യമാണ് പൗലോസ് ഓടിച്ചത്. 2-ാമത്തെ പ്രസംഗം നാം കാണുന്നത് 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴോ പുസ്തകപ്രവൃത്തി 17-ാം അധ്യായത്തിൽ അവിടെ തെസ്സലോനിക്കയിലുള്ളതായ യഹൂദന്മാരോട് പറയുന്ന ഭാഗമാണ്.
17 2-3 വാക്യങ്ങൾ, ചെറിയ വാക്യങ്ങളായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബ്ദത്തിൽ തിരുവഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. ക്രിസ്തു കഷ്ടങ്ങൾ പോവുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു വിവേചിച്ചുകൊണ്ടിരുന്നു. അവിടെ ശ്രദ്ധിക്കുക, പൗലോസ് വേറൊരു സ്ഥലത്താണെങ്കിൽ യഹൂദ പശ്ചാത്തലമുള്ളവരോട് പറയുകയാണ്, ഈ യേശു തന്നെയാണ് നിങ്ങൾ കാത്തിരിക്കുന്ന ക്രിസ്തു. അത് അവിടെ വാക്കുകളെ ശ്രദ്ധിക്കണം. ക്രിസ്തു എന്നും തെളിയിച്ച് വിഭജിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പ്രഭാഷണം നടത്തിയിട്ട് പോവുകയല്ല. കാരണം യഹൂദ പശ്ചാത്തലമുള്ളവരാണ്, പഴയ നിയമ തിരുവെഴുത്തുകൾ നന്നായിട്ട് അറിയുന്നവരാണ്. അപ്പോൾ ഇവിടെ എഴുതിയ വാചകങ്ങൾ മാത്രമായിരിക്കില്ല പ്രസംഗത്തിൻ്റെ കാര്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ആ കാര്യം ഒന്ന് സൂചിപ്പിച്ചുള്ള വാക്കുകൾ മാത്രമാണ്. പ്രസംഗം മുഴുവനായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അവിടെ വായിക്കുന്നത് പഴയ നിയമ തിരുവെഴുത്തുകൾ വിഭജിച്ച് തെളിയിച്ചുകൊണ്ട് ഈ പഴയ നിയമത്തിൽ വിവരിക്കുന്നതായ ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി ഈ യേശു തന്നെയാണെന്ന് തെളിയിച്ച് വിഭജിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയുക്തം അവിടെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു എന്നാണ് വായിക്കുന്നത്. ഞാൻ ഇത് വായിക്കുമ്പോഴൊക്കെ ഓർക്കാറുള്ള വാക്കാണ് നമ്മുടെ മധ്യത്തിലുണ്ടായിരുന്ന കൃഷ്ണൻകുട്ടി സഹോദരൻ പല പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ തർക്കശാസ്ത്രം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. എന്ന് പറഞ്ഞാൽ തർക്കിച്ച് സമർത്ഥിക്കാൻ കഴിവുള്ള വ്യക്തികളിൽ പെട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുപോലെ മഹാകവി കെ വി സൈമൺ സാറിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പ്രസംഗം പ്രസംഗിക്കുക, ആശയം പറയുക എന്ന് മാത്രമല്ല, ഈ പറയുന്ന കാര്യം യുക്തിയുക്തമായി തെളിയിച്ച് വിവരിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തി അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് സ്ഥാപിക്കാൻ കഴിവുള്ള വ്യക്തിയായിട്ടാണ് ഇവിടെ പൗലോസിനെ ഞാൻ കാണുന്നത്. എന്ന് പറഞ്ഞാൽ പഴയ നിയമകാല തിരുവെഴുത്തുകളിൽ വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ളതായ ക്രിസ്തു ഈ മശിഹ എന്ന് പറയുന്ന യേശുവാണ്. ഈ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഈ യേശുവാണ് എന്നാണ് ഇവിടുത്തെ പ്രഭാഷണ വിഷയം. മൂന്നാമത്തെ പ്രസംഗം അതിൻ്റെ 17-ാം അധ്യായത്തിൽ തന്നെ 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ അതിൻ്റെ ഭാഗം മുഴുവൻ വായിക്കേണ്ട. അത് മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഏതൻസിന്, അഥേന എന്ന് പറയുന്നത് ഏതൻസാണ്. ഏതൻസിലുള്ളതായ തത്വജ്ഞാനികളോട് സുവിശേഷം അറിയിക്കുന്ന സമയമാണ്. അവിടുത്തെ പ്രസംഗ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ ഒരു പശ്ചാത്തലമുള്ള വ്യക്തികളാണ്. അവർ തത്വജ്ഞാനികളാണ്, യഹൂദ പാരമ്പര്യമുള്ളവരല്ല. അതുകൊണ്ട് അവിടെ ദൈവത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? നാം വായിക്കുന്നത് പോലെ 24-ും 25-ാം വാക്യം. ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനായ വല്ലതിനും ഒട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യമയാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഇവിടെ യേശു ക്രിസ്തു ദൈവത്തെ അവതരിപ്പിക്കുന്നത് എല്ലാത്തെയും സൃഷ്ടിച്ച വലിയവനായ ദൈവമാണെന്നും ആ വ്യക്തിയിലൂടെയാണ് രക്ഷാമാർഗം ഒരുക്കിയിട്ടെന്നും പിന്നീട് അവിടെ വായിക്കുന്നത് 30-ും 31-ാമത്തെ വാക്യങ്ങൾ വായിക്കാം. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായീകരിക്കാൻ അവരുടെ ദിവസത്തെ നിശ്ചയിച്ചു. അവരെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. ഇവിടെ യേശു ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക. താൻ നിയമിച്ച പുരുഷൻ, ദൈവം, ഈ സൃഷ്ടാവായിരിക്കുന്ന ദൈവം നിയമിച്ച പുരുഷനായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ വ്യക്തിയിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ നിങ്ങൾക്ക് ദൈവമക്കളായി തീരാം. അതാണ് വായിക്കുന്നത്. മാത്രമല്ല ആ വ്യക്തിയെ നിങ്ങൾ നിഷേധിച്ചാൽ, അവിടെ 31-ാം വാക്യത്തിൽ വായിക്കുന്നത്, നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതി ന്യായം വിധിക്കാൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവനെ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ അതിന് ഉറപ്പ് ലഭിച്ചു. അപ്പോൾ ഇവിടെ സുവിശേഷം അറിയിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. കാരണം അഥേനയിലുള്ള ഏതൻസിലുള്ളവർ ഈ തത്വചിന്തകന്മാരാണ്. ഈ പഴയ നിയമ പശ്ചാത്തലങ്ങളിലൊന്നും അറിയാവുന്നവരോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുന്നവരുമല്ല. അതുകൊണ്ട് അവിടെ സുവിശേഷം പൗലോസ് അവതരിപ്പിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. അവിടെ വലിയവനായ ദൈവം, ഈ ലോകത്ത് സൃഷ്ടിച്ചവനായ ദൈവം ഒരു വ്യക്തിയെ ഭൂമിയിലേക്ക് അയച്ചു.
ആ വ്യക്തിയിലൂടെ രക്ഷാമാർഗം ഒരുക്കി. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവനിലും വിശ്വസിച്ചാൽ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കാം. നിങ്ങൾ നിഷേധിച്ചാൽ അവൻ ലോകത്തെ ന്യായം വിധിക്കുന്ന വ്യക്തിയാണ് എന്നുള്ള സുവിശേഷ സന്ദേശം അവിടെ അവതരിപ്പിക്കാം. അപ്പോൾ ഈ സുവിശേഷ സന്ദേശങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഒക്കെ ഊന്നൽ കൊടുക്കുന്നത് യേശു കർത്താവിൻ്റെ ക്രൂശുമരണവും ഉയർത്തെഴുന്നേൽപ്പുമാണ് എന്ന് കാണാൻ ഞാൻ സാധിക്കും. അടുത്ത ഭാഗം പൗലോസിൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗം നമുക്ക് നോക്കാം. അതിൻ്റെ 28-ാം അധ്യായത്തിൽ അവസാന ഭാഗത്താണ് കാണുന്നത്. അവിടെ യഹൂദ നേതാക്കന്മാരെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു ഭാഗമാണ് 28-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. മുഴുവൻ വായിക്കേണ്ട. അവിടെ ഇങ്ങനെ പറയാം. അവസാനം 23-ഉം 24 വാക്യങ്ങൾ മാത്രം. ഇവിടെ റോമിലുള്ളതായി യഹൂദന്മാരെ വിളിച്ച് പൗലോസ് സുവിശേഷം പറയുകയാണ്. പഴയ നിയമ തിരുവെഴുത്തുകളൊക്കെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ അവിടെ വായിക്കുന്നത് ആധാരമാക്കി യേശുവിനെക്കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിളിച്ചു. പക്ഷേ അവരാരും വിശ്വസിച്ചില്ല. ചുരുക്കം ആളുകൾ മാത്രമാണ് വിശ്വസിച്ചത്. അതുകൊണ്ട് അവിടെ നാം വായിക്കുന്നത് 28-ാം വാക്യത്തിൽ വായിക്കുന്നത്, ആകയാൽ ദൈവം തൻ്റെ ഈ രക്ഷ ജാതികൾക്ക് അയച്ചിരിക്കുന്നു, അവർ കേൾക്കും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ എന്ന് പറഞ്ഞ് ജാതികളിലേക്ക് തിരിയുക എന്ന അവസ്ഥയാണ്. അപ്പോൾ ഇതാണ് 4-ാമത്തേതായ കാര്യം. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ലുസ്ത്രയിലുണ്ടായ ഒരു സംഭവത്തോട് ബന്ധപ്പെട്ടുള്ളതായ കാര്യം കൂടെ അവിടെ കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിൻ്റെ 15 മുതലാണ് ആ സംഭവമുള്ളത്. അവിടെ മുടന്തനായ, ഒരിക്കലും നടന്നിട്ടില്ലാത്തൊരു മുടന്തനായ ഒരു വ്യക്തിയെ സൗഖ്യമാക്കി. അപ്പോൾ അവിടെ വായിക്കുന്നത്, ആളുകൾ അവിടെ വന്നപ്പോൾ ഇവരെ ദേവന്മാരാണെന്ന് കുറിച്ച് അവർ പൂജയൊക്കെ ചെയ്യാനായിട്ടൊക്കെ അവർ ശ്രമിക്കുന്ന സമയത്ത് അവരവിടെ ചെയ്യുന്ന പ്രഭാഷണമാണ് അവിടെ വായിക്കുന്നത്. അവിടെ 15-ഉം 16-ഉം വാക്യങ്ങൾ. മതി. ഇവിടെ ശ്രദ്ധിക്കുക, അവിടെയും സുവിശേഷം പറയുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. അവിടെ ശ്രദ്ധിക്കുന്നത്, നിങ്ങൾ വ്യക്തികാര്യങ്ങൾ ആകാശവും ഭൂമിയും സമുദ്രവും അവയുള്ള സകലം ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നും സുവിശേഷം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ സുവിശേഷം പറഞ്ഞ് എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തി കിട്ടിയിട്ടില്ല. എന്നാൽ യേശു കർത്താവിനെ കുറിച്ചുള്ളതായ സുവിശേഷമാണ് അവിടെയും പറഞ്ഞത്. ഇത് ലുസ്ത്ര എന്ന് പറയുന്നത് മറ്റ് ജാതികളായിട്ടുള്ള ആളുകളുടെ ഒരു പശ്ചാത്തലമുള്ളത് കൊണ്ട് തന്നെ പഴയ നിയമ പ്രവചനങ്ങളെക്കുറിച്ച് ഉദ്ധരിക്കാനോ യഹൂദന്മാരുടെ കാര്യങ്ങളെക്കുറിച്ച് പറയാനോ ഒന്നും തന്നെ ശ്രമിക്കാതെ പൗലോസ് ഇവിടെ ആ രീതിയിലുള്ള പ്രസംഗം ചെയ്യുക. അപ്പോൾ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും പ്രസംഗങ്ങളുടെ സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത് യഹൂദ പശ്ചാത്തലം ഉള്ളവരോട് ആ നിലയിലും അല്ലാത്തവരോട് അല്ലാത്ത രീതിയിൽ എന്ന് പറഞ്ഞാൽ പഴയ നിയമങ്ങൾ ഉദ്ധരിക്കാതെയും യേശു കർത്താവിനെ കുറിച്ച് സുവിശേഷം അറിയിക്കുന്ന രംഗമാണ് കാണുന്നത്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികളിൽ 5 പ്രസംഗങ്ങൾ പത്രോസിൻ്റെയും 5 പ്രസംഗങ്ങൾ പൗലോസിൻ്റെയും രേഖപ്പെടുത്തിയിട്ടുള്ളത് ഊന്നൽ കൊടുക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമെന്നുള്ള ആ രക്ഷാമാർഗത്തിലൂടെ അല്ലാതെ രക്ഷയില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം നാം വളരെ പ്രഭാഷണങ്ങളിലൊക്കെ സുവിശേഷ പ്രഭാഷണങ്ങളൊക്കെ ഉദ്ധരിക്കുന്ന വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. ഈ കാര്യമാണ് അപ്പോസ്തലൻ പൗലോസ് പത്രോസും
ഊന്നൽ കൊടുത്ത് സ്ഥാപിച്ചത്. അപ്പോൾ യേശു കർത്താവിൻ്റെ ക്രൂശുമരണവും അടക്കപ്പെടലും ഉയർത്തെഴുന്നേൽപ്പും തദ്വാര ലഭിക്കുന്നതായ രക്ഷാമാർഗവും അത് നിഷേധിക്കുന്നവർക്ക് ശിക്ഷാവിധിയും നൽകുവാൻ തക്കവണ്ണം യോഗ്യനായ ന്യായാധിപതിയായ കർത്താവിനെ, യേശു കർത്താവിനെയാണ് പൗലോസും പത്രോസും അവിടെ അവതരിപ്പിക്കും. ഇതിൽ നിന്ന് ഞാൻ അവതരിപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ച കാര്യം ഇതാണ്. ചരിത്രകാരനായ ലൂക്കോസ് യേശു കർത്താവിനെ അവതരിപ്പിക്കുന്നത് ചരിത്രത്തിൽ എങ്ങനെ ആദ്യ കാലഘട്ടത്തിൽ സുവിശേഷം അറിയിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്ന് പറഞ്ഞാൽ യേശു കർത്താവിൻ്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് അത് ഞങ്ങൾ സാക്ഷികളാണ് എന്ന് അപ്പോസ്തലന്മാർ സാക്ഷ്യപ്പെടുത്തുമ്പോൾ തന്നെ അതിലൂടെ ലഭിക്കുന്ന വീണ്ടെടുപ്പും ആ കർത്താവിലൂടെ ലഭിക്കുന്നതായ രക്ഷാമാർഗവും മാനസാന്തരവും ഊന്നൽ കൊടുത്തുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ അവിടെ അവസാനിക്കുന്നതായിട്ട് കാണുന്നത്. എന്നാൽ യഹൂദന്മാരായിട്ട് ആളുകൾ അത് അംഗീകരിക്കാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ സംസാരിച്ചിട്ടും അംഗീകരിക്കാൻ കഴിയാതെ നിഷേധിച്ചപ്പോഴേ പൗലോസ് പറഞ്ഞ വാക്കാണ്, ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു, അവർ ഇത് സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ജാതികളിലേക്ക് സുവിശേഷം അറിയിക്കുവാൻ പൗലോസ് ഒരുമ്പെട്ടതായിട്ട് നാം കാണും. അങ്ങനെയാണല്ലോ നമുക്കും സുവിശേഷം അറിയാനായിട്ട് ഇടയായത്. യഹൂദന്മാർക്ക് മാത്രമാണ് രക്ഷ എങ്കിൽ നമുക്കതിന് സാധ്യതയില്ലാതെ പോകുമായിരുന്നു. യഹൂദന്മാർ അത് തിരസ്കരിച്ചതുകൊണ്ട് തൽക്കാല സംവിധാനം എന്ന നിലയിലാണ് ഈ സഭ രൂപം പ്രാപിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദൈവസഭ എന്നുള്ളത് ദൈവിക പദ്ധതി പുതിയ നിയമത്തിൽ വെളിപ്പെട്ടതായ ഒരു പ്രത്യേക സത്യമാണ് എന്ന് നമുക്കറിയാം. അത് യഹൂദന്മാർക്ക് സംഭവിച്ചതായ വിശ്വാസക്കുറവ് കൊണ്ടും ദൈവവചനം അംഗീകരിക്കാൻ കഴിയാതെ കൊണ്ടും ദൈവം അവരോടുള്ള ഇടപാടുകൾ തൽക്കാലം നിർത്തിവെച്ചുകൊണ്ട് സഭ എന്ന സംവിധാനത്തിൽ യഹൂദനായാലും യവനനായാലും രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവമക്കളായി തീരുവാൻ കഴിയും എന്നുള്ളതായ സത്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ദൈവസഭ ഇന്ന് നിലനിൽക്കുന്നത്. ദൈവസഭയുടെ കാലയളവ് കഴിയുമ്പോൾ യഹൂദിനോടുള്ളതായ പ്രവർത്തനം പുനരാരംഭിക്കുകയും അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത്. മഹാപീഡന കാലം എന്ന് പറഞ്ഞ് അവരെ ശുദ്ധീകരിച്ചെടുത്ത് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നതായ രംഗമാണ് നാം പിന്നീട് കാണുന്നത്. അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.